നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾക്ക് മാർഗരേഖ പുറത്തിറക്കി. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, റിസ്റ്റ് ബാൻഡിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ ഒട്ടേറെ നിർദ്ദേശങ്ങൾ. ഓപ്പറേഷന് മുൻപ് കേസ് റെക്കോർഡ് പൂർത്തിയാക്കണമെന്നും മാർഗരേഖയിൽ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം കിളിമാനൂരിൽ വീട്ടമ്മ പാമ്പ് കടിയേറ്റു മരിച്ചു. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക്. സഹോദരന്റെ നില ഗുരുതരമായി തുടരുന്നു. പശ്ചിമേഷ്യ വീണ്ടും ഭീതിയിൽ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത അമേരിക്ക. വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്നും പ്രതികരിക്കുമെന്നും ഇറാൻ. ഹോർമൂസിൽ കപ്പലുകൾ തടയാൻ നിയമനിർമ്മാണത്തിന് ഇറാൻ. തമിഴ്നാട് വിരുദുനഗർ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരണം 25ആയി. മരിച്ച 22 പേരെ തിരിച്ചറിഞ്ഞു. ധനസഹായം പ്രഖ്യാപിക്കാതെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങില്ല എന്ന് ബന്ധുക്കൾ. സ്ഥാപന ഉടമകളുടെ ബന്ധുക്കൾ അറസ്റ്റിൽ. ഒളിവിലുള്ള ഉടമകൾക്കായി തെരച്ചിൽ തുടരുന്നു. പൂരാവേശത്തിലേക്ക് തൃശൂർ. പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. പൂരം ഞായറാഴ്ച. IPL-ൽ ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. ആരോഗ്യവകുപ്പ് ശസ്ത്രക്രിയാ പിഴവിൽ മാർഗരേഖ പുറത്തിറക്കി. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണമെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണെന്നും നിർദ്ദേശമുണ്ട്. ശസ്ത്രക്രിയകൾക്ക് മുൻപ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടണം. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ശസ്ത്രക്രിയാ രംഗത്തെ പിഴവുകൾ കുറയ്ക്കുന്നതിനായി സർജിക്കൽ പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവയുടെ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണം. മാർഗനിർദ്ദേശം നടപ്പായാൽ ആർക്കും പരസ്പരം പഴിചാരാൻ സാധിക്കില്ലെന്നും 23 പേജുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ വാർത്തയാകുന്ന കാലത്ത് പുതിയ മാർഗരേഖ ആശ്വാസമാകുമെന്ന് തീർച്ചയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിന് സമീപം വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. രാവിലെ കിണറ്റിന് സമീപം വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മ നിലവിളിച്ചതോടെ വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലത് കാലിനാണ് കടിയേറ്റത്. കടിച്ച പാമ്പ് ഏതിനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ കോടാലിയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെ 8 വയസ്സുകാരൻ മരിച്ചത് പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്ന് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശംഖുവരയന്റെ കടിയേറ്റതാണ് മരണകാരണം. കടിയേറ്റതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സഹോദരൻ ആനോഷ് നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച ആൽജോയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. വീട്ടുപറമ്പിൽ മൂർഖൻ പാമ്പും 28 കുഞ്ഞുങ്ങളും. വയനാട് പയ്യമ്പള്ളി പടമല പൂവത്തിങ്കൽ ടോമിയുടെ പറമ്പിലാണ് മൂർഖൻ പാമ്പിനെയും 28 പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. പ്രാദേശിക പാമ്പ് പിടുത്തക്കാർ എത്തിയാണ് മുഴുവൻ പാമ്പുകളെയും പിടികൂടിയത്. തിരുവനന്തപുരം നെട്ടയം മലമുകളിലെ CPM-BJP സംഘർഷത്തിൽ കേസെടുത്ത പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 40 വീതം CPM-BJP പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. സംഘർഷത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്.
തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് സമീപം CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പരസ്പരം കല്ലേറ് നടത്തിയതിനെ തുടർന്ന് ക്രമസമാധാന പാലനത്തിനെത്തിയ പോലീസ് SHOയ്ക്ക് പരിക്കേറ്റു. തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ 4 BJP പ്രവർത്തകർക്കും പരിക്കേറ്റു. നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് ആരോപിച്ച് BJP പ്രവർത്തകന്റെ ഭാര്യ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പേരിൽ BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ തടഞ്ഞു വച്ചതായാണ് BJPയുടെ ആരോപണം. 2 വിഭാഗം പ്രവർത്തകരും ചേരിതിരിഞ്ഞതോടെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. ഒരു CPM പ്രവർത്തകൻ നമ്മുടെ ഒരു വനിതാ പ്രവർത്തകയുടെ വീടിനടുത്ത് താമസിക്കുന്ന വനിതാ പ്രവർത്തകയോട് വളരെ അപമര്യാദയായി പെരുമാറുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേഷനിൽ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആ പ്രവർത്തകർ ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ ആ പരാതിയിൽ ഉടനടി ആക്ഷൻ എടുക്കാതെ പോലീസ് വളരെ പരമാവധി അത് വലിച്ചു നീട്ടുകയും ആ CPM പ്രവർത്തകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പോലീസ് ഏകപക്ഷീയമായി ക്രൂരമർദ്ദനം നടത്തിയെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. രാത്രി വൈകി നെട്ടയം DYFI മേഖലാ ട്രഷററുടെ വീടിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണ ശ്രമം നടന്നതായും CPM ആരോപിച്ചു. അതേസമയം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 40ഓളം CPM BJP പ്രവർത്തകർക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു. സംഘർഷത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിനെ ആക്രമിക്കുക, സംഘം ചേർന്ന് മാരകായുധവുമായി സംഘർഷമുണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമുസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത അമേരിക്ക. വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്നും അമേരിക്കയ്ക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രതികരിച്ചു. ഇന്ന് 2ാം ഘട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ പ്രകോപനം. അതേസമയം ഹോർമുസിൽ ശത്രുക്കളെ തടയാൻ നിയമനിർമ്മാണത്തിനായി ബില്ല് തയ്യാറാക്കുകയാണ് ഇറാൻ. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ പ്രകോപനമുണ്ടാകുന്നത്. സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് യുദ്ധസമാന സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ കടക്കുന്നത്. ഹോർമുസ് കടക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഇറാന്റെ ടൗസ്ക എന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു. കപ്പൽ ആക്രമിച്ചാണ് പിടിച്ചെടുത്തതെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഹോർമുസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം പാടില്ല എന്ന് ഇറാൻ പലതവണ ആവർത്തിച്ചിട്ടും ട്രംപ് അത് മുഖവിലക്കെടുക്കാതെയാണ് കപ്പൽ പിടിച്ചെടുക്കൽ നടപടികളിലേക്ക് കടന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങിയ ഇറാന്റെ ചരക്കു കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്ത US സൈന്യം കപ്പൽ കസ്റ്റഡിയിലെടുത്തു. കപ്പലിൽ വിശദമായ പരിശോധന നടത്തുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി US പടക്കപ്പലുകൾ കടലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ മേലുള്ള നാവിക ഉപരോധം നീക്കാതെ ഒരു നീക്കുപോക്കിനും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇറാൻ. വലിയ രീതിയിലുള്ള കടൽ കൊള്ളയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും ഇതിന്റെ പ്രത്യാക്രമണം നേരിടാൻ അമേരിക്ക തയ്യാറായിക്കൊള്ളൂ എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു ബിൽ കൊണ്ടുവരാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. ഇസ്രായേലിനും അമേരിക്കൻ സഖ്യകക്ഷികൾക്കും ഹോർമുസ് മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഇസ്രായേൽ കപ്പലുകൾക്ക് ഹോർമുസിൽ പ്രവേശനമുണ്ടാകില്ല. ശത്രു രാജ്യങ്ങളുടെ കപ്പൽ കടക്കണമെങ്കിൽ ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അനുമതി വേണം. ഇറാനെ ആക്രമിച്ച രാജ്യങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ അവരുടെ കപ്പലുകൾ കടത്തിവിടില്ല. അങ്ങനെ കർശന നിബന്ധനകളാണ് ഇറാൻ പുതിയ നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. തന്റെ രാജ്യവും US ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണെന്ന് ഇറാൻ ലക്ഷ്യമിട്ട് നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇന്ന് നടക്കുന്ന 2ാം ഘട്ട സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ചർച്ചയ്ക്കായി JD വാൻസും സംഘവും പാകിസ്ഥാനിലെത്തുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരും പങ്കെടുക്കില്ല എന്നാണ് സൂചന. സംഘർഷം ലഘൂകരിക്കാനായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിശ്വസ്തനായ മധ്യസ്ഥനായി പാകിസ്ഥാൻ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പൂരാവേശത്തിലേക്ക് തൃശൂർ. പൂരത്തിന് കൊടിയേറി. ആദ്യം തിരുവമ്പാടിയിലും പിന്നാലെ പാറമേക്കാവിലും കൊടിയേറി. പൂരം അടുത്ത ഞായറാഴ്ചയാണ്.
കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, പൂരത്തിന് കൊടിയേറിയതോടുകൂടി ആ ഒരു ആവേശം തൃശ്ശൂർ നഗരത്തിലെങ്ങും കാണാനുണ്ടല്ലേ? ശ്രീജ, തീർച്ചയായും വലിയ ആവേശത്തിനാണ് ഇന്ന് കൊടി കയറിയത് എന്ന് വേണം പറയാൻ. കാരണം ഈ പൂരത്തിന്റെ ഏറ്റവും പ്രധാന ദിനങ്ങളിലൊന്ന്, അല്ലെങ്കിൽ പൂരത്തിന്റെ വരവറിയിക്കുന്ന ദിനമാണ് കൊടിയേറ്റ് എന്നുള്ളത്. എല്ലാ ഘടക ക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറുമ്പോൾ അത് ഒരു ആവേശ കൊടിയായി വാനിൽ പാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു ആവേശം ഇന്ന് ഓരോ കൊടിയേറ്റിലും നമുക്ക് കാണാൻ സാധിച്ചു. ഈ നാമജപങ്ങൾക്കൊപ്പം ആർപ്പുവിളികളോടും കൂടിയപ്പോൾ അത് ഭക്തിക്കൊപ്പം ആവേശം കൂടി പരത്തുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഒരു ആരവം ഇന്ന് നമുക്ക് രണ്ട് ക്ഷേത്രങ്ങളിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. തിരുവമ്പാടിയിൽ ആദ്യം 11:30 കൊടി കയറിയപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു. സമാനമായി പാറമേക്കാവിൽ 12 മണിയോടുകൂടി 11:45 കൊടി കയറിയപ്പോഴും വലിയ ആവേശം കാണാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനി വരുന്ന ഈ ഒരാഴ്ച കാലം 27-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ തൃശ്ശൂര് അത് പൂരാവേശത്തിൽ അങ്ങനെ ആറാടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത്രത്തോളം ജനങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. എത്രത്തോളം ഭക്തർ, പൂരപ്രേമികൾ, ആനപ്രേമികൾ, മേളപ്രേമികളൊക്കെ ആരവത്തോടുകൂടി അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഈ ഒരു ആവേശം ഇങ്ങനെ തുടർന്ന് അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആരവമായി, വലിയ രീതിയിലുള്ള ഒരു ജനസാഗരമായി, ആഘോഷമായി ഒക്കെ മാറുന്ന കാഴ്ചയാണ് നമുക്കിനി വരും നാളുകളിൽ തൃശ്ശൂരിൽ കാണാൻ സാധിക്കുക. എന്തായാലും വലിയ ആഘോഷത്തിന്റെ ഒപ്പവും ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ്. ഈ വൈകിട്ട് 3 മണിയോടെ തിരുവമ്പാടി കാർമിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നായ്ക്കനാലിലും മണികണ്ഠൻ ആൽത്താണിലും പൂരപതാക ഉയരും. മറ്റ് 7 ഘടക ക്ഷേത്രങ്ങളിലും വിവിധ സമയങ്ങളിലായിട്ടാണ് കൊടിയേറ്റം ഉണ്ടാവുക. കുറ്റൂർ നെയ്തലക്കാവിൽ വൈകിട്ട് 7 മണിയോടെ അവസാന കൊടിയേറ്റുണ്ടാവും. ഈ പൂരത്തിന് മുന്നോടിയായി 10 ഘടക ക്ഷേത്രങ്ങളിലും ഇനിയുള്ള 7 ദിവസം വിശേഷാൽ പൂജകളും ചടങ്ങുകളും ആറാട്ടും ഉണ്ടാകും. ഏപ്രിൽ 24-നാണ് സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവുക. 25-ന് പൂര വിളംബരമാണ്. പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൂര വിളംബരം 25-ന് നടക്കും. 26-ന് നടക്കാനിരിക്കുന്ന പൂരങ്ങളുടെ പൂരമാണ് ഇനി ഉത്സവ പ്രേമികളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അണിയറയിൽ ഒരുപാട് സസ്പെൻസുകൾ ഒരുങ്ങുന്നുണ്ട്. പ്രധാനമായും കുടമാറ്റം, അതുപോലെ വെടിക്കെട്ട്, ഇതൊക്കെ ഈ പൂരപ്രേമികളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉണ്ടാകുന്ന സസ്പെൻസുകൾ അതുതന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണർത്തുന്നത് എന്നുള്ളതാണ്. ഈ കുടമാറ്റത്തിന്റെ മായി ബന്ധപ്പെട്ട പുതിയ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഇത് ദേവസ്വം പറഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ വെടിക്കെട്ടിലും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഓരോ വർഷവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണികളെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുക എന്നുള്ള തീർച്ചയായും ഹരീഷ്, പൂരാവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഹരീഷ് നാരായണൻ. വയനാട് ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദത്തിൽ പ്രതികരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയ ടെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായ ഷ്രിങ്കേജ് ആണ് വയനാട് ടൗൺഷിപ്പിൽ ഉണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഇതുണ്ടാകുന്നതെന്നും മാധ്യമങ്ങൾ തെറ്റായ പ്രചരണം നടത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇങ്ങനെ അവിടെ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തുകയുണ്ടായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുന്നുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശൃംഖേജാണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഏതെങ്കിലും ഒരു കരാർ. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തിലും പ്രതിഫലിക്കുന്നു. വോട്ട് ചെയ്യാൻ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇതോടെ സംസ്ഥാനത്തെ വ്യവസായ നിർമ്മാണ മേഖലകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല, തിരക്കുള്ള ട്രെയിനുകളിൽ അപകടകരമായ രീതിയിലാണ് അതിഥി തൊഴിലാളികളുടെ യാത്ര.
വോട്ട് ചെയ്യാനായി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. യാത്രയ്ക്കായി ട്രെയിനുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ബംഗാളിലേക്കുള്ള ഷാലിമാർ ട്രെയിനിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. കുടുംബാംഗങ്ങളെയും ലഗേജും കൊണ്ട് വാതിലുകളിൽ തൂങ്ങിക്കിടന്ന് ജീവൻ പണയം വെച്ചാണ് പലരുടെയും യാത്ര. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഏകദേശം 40% പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. വോട്ട് ചെയ്യാനായി ഇവർ കൂട്ടത്തോടെ പോകുന്നത് ഇതാദ്യമായാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ആശങ്കയും ആശയക്കുഴപ്പവും ശക്തമാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തൊഴിലാളികൾ മടങ്ങിയതോടെ പെരുമ്പാവൂരിലെ വ്യവസായ സ്ഥാപനങ്ങൾ നാമമാത്ര പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങി. കഴിഞ്ഞ മാസം വോട്ട് ചെയ്യാൻ പോയ അസം സ്വദേശികളായ തൊഴിലാളികൾ പലരും ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. കടകളും ചെറുകിട സ്ഥാപനങ്ങളും ആളൊഴിഞ്ഞ നിലയിലാണ്. ഏകദേശം ഒരു മാസത്തിന് മേളിലായിട്ട് അതിഥി തൊഴിലാളികൾ അവരുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പോയതുകൊണ്ട് ടൗണിൽ തീരെ തൊഴിലാളികൾ കുറവുണ്ട്. കച്ചവടം തീരെ കുറവാണ്. മെയിനായിട്ട് 4-5 ആഴ്ചയായിട്ട് ഒരാൾ പോലും കടയിലില്ല. നിലവിൽ വളരെ മോശം അവസ്ഥയിലേക്കൂടെയാണ് എല്ലാ കടയിലും, ഈ കടയിലും നല്ല പെരുമ്പാവൂർ എല്ലാ കടയിലും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് പ്ലൈവുഡ് ഫാക്ടറികൾക്ക് ആവശ്യമായ മെഥനോൾ പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വിലയായതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. ഇതോടൊപ്പം അസമിലെ ബിഹു ആഘോഷവും ബംഗാളിലെ പഹല വൈശാഖ് ആഘോഷവും തൊഴിലാളികളുടെ മടക്കയാത്ര വൈകിപ്പിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചുള്ള കേരളത്തിലെ വ്യവസായ മേഖല ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നിലവിലുള്ളതെന്ന് പ്ലൈവുഡ് മേഖലയിലെ സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഇലക്ഷൻ സമയങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ളൊരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ട്രെയിനിലൊന്നും ടിക്കറ്റേ ഉണ്ടായിരുന്നില്ല. പലരും ഇവിടെ നിന്ന് പോയിട്ട് കോയമ്പത്തൂർ ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിന് സീറ്റ് പിടിച്ച് പോയവരുണ്ട്, നിന്ന് പോയവരുണ്ട്. അത് കൂടാതെ പെരുമ്പാവൂരിൽ നിന്ന് ബസ് പോകുന്നുണ്ട്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിശ്ചലമായിരിക്കുകയാണ്. വൻകിട കരാറുകൾ ഏറ്റെടുത്തവർക്ക് പോലും തൊഴിലാളികളുടെ അഭാവം വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊഴിലാളികൾ തിരികെ എത്തുന്നതുവരെ സംസ്ഥാനത്ത് പല മേഖലയിലും ഈ സ്തംഭനാവസ്ഥ തുടരും. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി പച്ചാളത്ത് യുവാവിനെ ഫ്രൈയിങ് പാൻ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പച്ചാളം സ്വദേശി ആൽ ജൂഡാണ് മരിച്ചത്. ഇയാളുടെ സുഹൃത്ത് സിനോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി സിനോഷിന്റെ വീട്ടിലാണ് ആൽജൂഡിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനോഷ്, ആൽജൂഡ് എന്നിവർ മറ്റൊരു സുഹൃത്തിനൊപ്പം ഇന്നലെ രാത്രി മദ്യപിച്ചിരുന്നു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സിനോഷ് ഫ്രൈയിങ് പാൻ എടുത്ത് ആൽജൂഡിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സിനോഷിന്റെ വീടിന്റെ ടെറസിലാണ് സംഭവം നടന്നത്. താഴെ ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവരാണ് മൃതദേഹം കണ്ടത്. തൊട്ടടുത്ത് പ്രതി സിനോഷും ഉണ്ടായിരുന്നു. സിനോഷും ആൽജൂഡും പല കേസുകളിലും പ്രതികളാണെന്ന് സ്ഥലം MLA TJ വിനോദ് പറഞ്ഞു. സാമൂഹിക പശ്ചാത്തലം അവരുടെ അടുത്ത് നോക്കിയാൽ വളരെ മോശമായ ഒരു സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. കൊല ചെയ്തെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീടാണിത്. അദ്ദേഹം മുകളിലാണ് താമസിക്കുന്നത്. താഴത്ത് അദ്ദേഹം റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇത് മദ്യപിച്ച് അതിനിടയ്ക്ക് ആണ് ഇത് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആൽജൂഡിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, കൊച്ചി. ജമ്മു കശ്മീരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 15 മരണം. ഉധംപൂർ ജില്ലയിലെ രാംനഗർ മേഖലയിൽ രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. യാത്രക്കാരുമായി ഉധംപൂരിലേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. പോലീസും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 15ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും പലരുടെയും നില ഗുരുതരമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. കണ്ണൂർ മാതാ അമൃതാനന്ദമയ മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകൾ, വിവിധ പൂജകളും ജ്ഞാനയജ്ഞങ്ങളും അർപ്പിച്ചു. ബ്രഹ്മചാരി ആദിദേവാമൃത ചൈതന്യയുടെ പ്രഭാഷണം ഭക്തർക്ക് ആത്മീയ ഉദ്ബോധനമായി. കൂടാതെ അഖിലേന്ത്യാ സിവിൽ സർവീസ് റാങ്ക് ജേതാവ്, CBSE പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ആദരവ് നൽകി. സമൂഹത്തിന് ഒരു മാതൃകയാണ്. നല്ലൊരു ഫെയിൽ അവിടുത്തെ 2 കൊല്ലം വർക്ക് ചെയ്തു.
ദേശ്പാണ്ഡെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ വർക്ക് ചെയ്തു. മക്കൾ പുണ്യമുള്ള മക്കളാണ്. കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസം നമ്മൾ നടത്തിയിരുന്നു സ്നേഹാലയ. കത്തിക്കാളുന്ന കൊടും ചൂടിന് ആശ്വാസമായി ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. മഴയ്ക്ക് പിന്നാലെ ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. 106.03 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. 5600 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ ഉയർന്ന ആവശ്യകത. വേനൽ കടുത്തതോടെ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കാർഷിക മേഖല പ്രതിസന്ധിയിൽ. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ 100 കണക്കിന് കർഷകരാണ് നനയ്ക്കാൻ വെള്ളമില്ലാതെ വലയുന്നത്. കല്ലട ജലസേചന പദ്ധതിയിൽ നിന്നും കനാലിലൂടെ വെള്ളം എത്താത്തതാണ് കൃഷിനാശത്തിന് കാരണമാകുന്നത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം. സമൃദ്ധമായ കൃഷിയിടങ്ങളാൽ ശ്രദ്ധേയമായ പന്തളം തെക്കേക്കര പഞ്ചായത്ത് ഇന്ന് വറുതിയുടെ പിടിയിലാണ്. കഠിനമായ ചൂടിനൊപ്പം ജലസ്രോതസ്സുകൾ കൂടി വറ്റിയതോടെ കർഷകർ വഴിമുട്ടി നിൽക്കുന്നു. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഭൂരിഭാഗം കൃഷിയും നടക്കുന്നത്. എന്നാൽ ഇത്തവണ KIP കനാലിലൂടെ വെള്ളം എത്താതായതോടെ കനാൽ പരിസരത്തെ കിണറുകളും തോടുകളും പൂർണ്ണമായും വറ്റി. ഇതോടെ നനയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കരിഞ്ഞുണങ്ങുന്നത്. വേനൽക്കാലത്ത് എല്ലാ വർഷവും ഞാൻ കനാലുകളിലാണ് ഇവിടെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. 10-25 വർഷം കൊണ്ട് അതിനകത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ വർഷം കനാലുകളിൽ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. ഇവിടെ കനാലിന് പറയത്തക്ക പണികളൊന്നും തന്നെ ഇല്ല. ഒരു ദിവസം ഒന്ന് വന്നു ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തി. ഞാൻ KIP എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ പല പ്രാവശ്യം വിളിച്ചു. കൃഷി ഓഫീസർ കറക്റ്റായിട്ട് 19 തീയതി കത്ത് കൊടുത്തതാണ്. പഞ്ചായത്ത് അധികാരികളെല്ലാം ഞങ്ങൾ ഇവിടെ 2-3 വർഷം കൊണ്ട് ഞങ്ങളെല്ലാം നേരിട്ട് പറഞ്ഞതാണ്. വെള്ളം കിട്ടുകയാണ് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി ഉൾപ്പെടെ ഇപ്പം നടക്കേണ്ടതാണ്. മുൻകാലങ്ങളിൽ ഫെബ്രുവരി മാസം മുതൽ കനാലിലൂടെ വെള്ളം വിട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ കടുത്തിട്ടും അധികൃതർ കനാൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഓണവിപണി മുന്നിൽ കണ്ട് വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കിയ സാധാരണക്കാരായ കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വളരെ വർഷക്കാലം ഗൾഫിൽ പോയി കിടന്ന് ജോലി ചെയ്ത് തിരിച്ചുവിടെ വന്ന് കൃഷി കാര്യങ്ങളുമായിട്ട് ജീവിക്കുക. ഇപ്പോൾ വന്നപ്പോൾ കഴിഞ്ഞ വർഷം വരെ കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ വരവും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൃഷി കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ വർഷം വെള്ളത്തിൻ്റെ ഇടയ്ക്ക് തുറന്നു വിട്ടു. വെള്ളാംശം വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പായി കഴിഞ്ഞ് കൃഷി ആകപ്പാടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. KIP അധികൃതർക്കും കൃഷി വകുപ്പിനും നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല എന്ന ആക്ഷേപമുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കിട്ടിയില്ല എങ്കിൽ കൃഷി കരിഞ്ഞുണങ്ങുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്കാകൂ. കാട്ടുപന്നി ശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ ലക്ഷങ്ങൾ മുടക്കി സോളാർ വേലി നിർമ്മിച്ച ശേഷമാണ് ഇപ്പോൾ കർഷകർക്ക് പുതിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. എത്രയും വേഗം കനാലിലൂടെ വെള്ളം തുറന്നുവിട്ട് കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊച്ചിയിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരു മരണം. പാലാരിവട്ടം ബൈപ്പാസ് റോഡിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. പനങ്ങാട് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. കല്ലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലകുത്തിനെ മറിഞ്ഞ കാർ പോസ്റ്റും ഇടിച്ചു തെറിപ്പിച്ചു. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അമേരിക്കയിലെ ലൂയിസിയാനയിൽ കൂട്ടക്കൊല, 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. 8 കുട്ടികളിൽ 7 പേർ പ്രതിയുടെ മക്കളാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് അറിയിച്ചു. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. സീസണിൽ 1 മത്സരം മാത്രം ജയിച്ച മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. 6ാം സ്ഥാനത്തുള്ള ഗുജറാത്ത് മികച്ച ഫോമിലുമാണ്. രാത്രി 7:30 മുതലാണ് അഹമ്മദാബാദിൽ മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.